നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അക്രമരാഷ്ട്രീയത്തിനിരയായ CPM പ്രവർത്തകൻ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് പാനൂർ വിളക്കോട്ടൂർ സ്വദേശി ജ്യോതിരാജ്. കൂത്തുപറമ്പ് തലശ്ശേരി റോഡിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്ക്. മഞ്ഞോടി ലിബർട്ടി ടാക്കീസിലെ പ്രവേശന വഴിയിൽ മലിനജലം ഒഴുകുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. അക്രമ രാഷ്ട്രീയത്തിനിരയായ CPM പ്രവർത്തകൻ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ. പാനൂർ വിളക്കോട്ടൂർ സ്വദേശി ജ്യോതിരാജാണ് മരിച്ചത്. രാഷ്ട്രീയ അക്രമത്തിൽ പരിക്കേറ്റ് വർഷങ്ങളായി ചികിത്സയിലായിരുന്ന ഇയാളെ പുലർച്ചെയാണ് സ്വന്തം വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2009 BJP പ്രവർത്തകർ ജ്യോതിരാജിനെ അതിക്രൂരമായി ആക്രമിച്ചത്. 2 കാലുകളിലും വെട്ടേറ്റിരുന്നു. തുടർന്ന് 2009 മുതൽ ചികിത്സയിലായിരുന്നു. ഒരു കാലിലെ വ്രണം മാറാത്ത നിലയിലായിരുന്നതിനാൽ ഒരു കാൽ മുറിച്ചു മാറ്റിയിരുന്നു. ശാരീരികാവസ്ഥ മോശമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. പരേതരായ കുമാരൻ ലക്ഷ്മി ദമ്പതികളുടെ മകനാണ്. വത്സരാജ്, സഹദേവൻ, സത്യരാജ്, ഭരതരാജ് എന്നിവർ സഹോദരങ്ങളാണ്. കൂത്തുപറമ്പ് തലശ്ശേരി റോഡിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടം. കർണാടകത്തിൽ നിന്നും തലശ്ശേരിയിലേക്ക് പച്ചക്കറി കയറ്റി പോകുന്ന പിക്കപ്പ് വാനാണ് കൂത്തുപറമ്പ് ബ്ലോക്ക് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കർണാടക സ്വദേശിയായ ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. കർണാടകയിൽ നിന്നും തലശ്ശേരിയിലേക്ക് പച്ചക്കറി കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് കൂത്തുപറമ്പ് ബ്ലോക്ക് ഓഫീസിന് സമീപം നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കർണാടക സ്വദേശിയായ ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റു. പച്ചക്കറികൾ റോഡിലേക്ക് ചിതറി. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കൂത്തുപറമ്പ് CI ഗംഗാപ്രസാദ്, ഹൈവേ പോലീസ്, കൂത്തുപറമ്പ് ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മഞ്ഞോടി ലിബർട്ടി ടാക്കീസിലേക്കുള്ള പ്രവേശന വഴിയിൽ മലിനജലം ഒഴുകുന്നു. നടപടിയെടുക്കാതെ നഗരസഭാ അധികൃതർ. ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. വാർത്ത കാണാം. മഞ്ഞോടി ലിബർട്ടി ടാക്കീസിലേക്കുള്ള പ്രവേശന വഴിയിൽ മലിനജലം ഒഴുകുകയാണ്. ഇക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം ഉയരുന്നത്. അസഹ്യമായ ദുർഗന്ധവും ഇവിടെ നിന്നും ഉയരുന്നുണ്ട്. നഗരസഭാ ആരോഗ്യ വിഭാഗം ഇക്കാര്യത്തിൽ ഇടപെട്ട് അടിയന്തര നടപടി കൊള്ളണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ജനങ്ങളെല്ലാം പൊതുവഴിയിട്ട് പോകുന്ന സ്ഥലമാണ്. ഹോട്ടൽ മുമ്പിലുണ്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് ഉൾക്കൊള്ളും മറ്റുള്ള കാര്യങ്ങളിലായിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പറ്റും. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ജനങ്ങളെ നിത്യ സന്ദർശകർ ജനങ്ങളെല്ലാം പോകുന്നതാണ് ഉഴുവരിച്ച് കിടക്കുക എവിടെയുള്ളൂ. അപ്പോൾ ഇത് ആരോടെ പറയട്ടെ? പറഞ്ഞു കഴിഞ്ഞാൽ തർക്കുത്തരം പറയുന്നത് നമ്മൾ ഫൈനടച്ചോളൂ അങ്ങനെ ആയിക്കോളും പറഞ്ഞ് ഷോപ്പുകാരോടെല്ലാം പറഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വേണ്ട നടപടി എടുത്തിട്ട് എന്താണെന്നുള്ളത് ചെയ്യണം. കാരണം ഇത് എവിടുന്ന് വരുന്ന വെള്ളം ഇത് മുനിസിപ്പാലിറ്റീൻ്റെ അനുബന്ധിച്ചിട്ടുള്ള ഘട്ടനാണ് വരുന്നത്. പക്ഷേ എങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് അതിന് അടിയന്തര നടപടി എടുക്കണം. എന്നാലേ അത് മുമ്പോട്ട് പോകും. മലിനാണ് പുഴുവരിക്കുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ അവിടെ നല്ലോണം ഉണ്ട്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്, തൊട്ടപ്പുറം ഹോട്ടലാണ്, അതിൻ്റെ സൈഡിൽ നിന്നാണ് എല്ലാം നടക്കുന്നത്. രാജ്യത്തെ തൊഴിലാളികളുടെ താൽപര്യങ്ങൾ ഹനിക്കാൻ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളെ കൂട്ടുപിടിക്കുകയാണെന്നും ഇതിനെതിരെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് HMS നേതൃത്വം കൊടുക്കുമെന്നും HMS ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ. 2 ദിവസമായി ഇരിങ്ങണ്ണൂരിൽ നടന്ന HMS നാദാപുരം മണ്ഡലം പ്രതിനിധി സമ്മേളനം ഇരിങ്ങണ്ണൂരിൽ PK സജീവൻ നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ തൊഴിലാളികളുടെ താൽപര്യങ്ങൾ ഹനിക്കാൻ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളെ കൂട്ടുപിടിക്കുകയാണെന്നും ഇതിനെതിരെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് HMS നേതൃത്വം നൽകുമെന്നും HMS ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. പ്രൈസിന് വേണ്ടി അതുപോലെ വൈദ്യുതി ഇളവിന് വേണ്ടി ഹരിയാനയിലെയും യുപിയിലെയും കർഷകർ ആരംഭിച്ച പ്രക്ഷോഭം, ആ കർഷകരുടെ സമരത്തിന് മുമ്പിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുട്ടുമടക്കിക്കൊണ്ട് അവിടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. അതേപോലെ തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ പോകുന്ന വലിയ പ്രക്ഷോഭത്തിന് HMS എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. കുറെ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം, യൂണിയൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം, വിലപേശാനുള്ള അവകാശം,
അതുപോലെ വ്യവസായ തർക്ക നിയമം, 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമമെന്ന ലോക തൊഴിലാളികളെ മാഗ്നാ കാർട്ട എന്ന് പറയുന്ന ആ സംവിധാനത്തെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ 8 മണിക്കൂറും 10 മണിക്കൂറും തൊഴിലെടുപ്പിക്കുന്ന തൊഴിലാളികൾ വെറും അടിമകളാണ് എന്ന നിലയിൽ. സമ്മേളനത്തിൽ HMS മണ്ഡലം പ്രസിഡന്റ് PM നാണു അധ്യക്ഷനായി. HMS സംഘടനാ സംവിധാനവും സംഘാടന പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KK കൃഷ്ണനും തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമനിധി ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി OP ശങ്കരനും ക്ലാസ് എടുത്തു. സെക്രട്ടറി K നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും MP വിജയൻ പ്രവർത്തന രൂപരേഖയും അവതരിപ്പിച്ചു. ഗംഗാധരൻ പാച്ചാക്കര, RM ഗോപാലൻ, വത്സരാജ് മണലാട്ട്, KC വിനയകുമാർ, VK പവിത്രൻ, M ബാബുരാജ്, T പ്രകാശൻ, PK അശോകൻ, KM നാണു, K ഭാസ്കരൻ, KP സജീവൻ, T ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാണിയ സമുദായ സംഗമം നടന്നു. മാഹി ചൂടിക്കൊട്ട നാണിയമ്മ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. വാണിയ സമുദായ സംഗമം മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരും തലമുറകളും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് MLA പറഞ്ഞു. നമുക്കറിയാം നമ്മളൊക്കെ എങ്ങനെ ഇവിടെ കടന്നു വന്നു എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ ചരിത്രം പഠിച്ചവർ, ചരിത്രത്തിൽ കൂടുതൽ ബോധ്യമായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ടെങ്കിലും ഒരു കാലഘട്ടത്തിൽ നമ്മൾ സിന്ധു തട സംസ്കാരത്തിൽ നിന്ന് കടന്നു വന്ന് നടന്ന് ഒരു കൂട്ടമായി ഒരു സ്ഥലത്ത് നിൽക്കുകയും പിന്നീട് വീണ്ടും നടക്കുകയും അവിടെ ഒരുപാട് സന്തതികൾ ഉണ്ടാവുകയും അതിൽ നിന്ന് പിന്നെയും നടന്നു നീങ്ങി അങ്ങനെ ലക്ഷ്യമെത്താത്ത ഏതോ ഒരു സ്ഥലത്ത് വന്ന് നാം ക്യാമ്പടിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന വലിയ ആൾക്കൂട്ടത്തിലെ വിവിധ ആളുകളാണ് നാം എല്ലാവരും. ഞാൻ മുമ്പെവിടെയോ വായിച്ചു നോക്കുക, നമ്മുടെ മുഖങ്ങൾ എല്ലാ ആളുകളുടെയും വ്യത്യസ്തമായ മുഖങ്ങളാണ്. നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, നേപ്പാളികളുടെയും ചൈനക്കാരുടെയും മുഖങ്ങളെല്ലാം അവരുടെ മുഖങ്ങളെല്ലാം ഏതാണ്ട് ഒന്നാണ്. ഞാൻ ഏതാണ്ട് ഒരു 5-8 വർഷക്കാലം മുമ്പ് ആ രാജ്യം സന്ദർശിക്കാൻ എനിക്കൊരു സന്ദർഭം കിട്ടിയപ്പോൾ അവിടെയുള്ള വില്ലേജും ഒരു ഗ്രാമവും സ്കൂളും അങ്ങനെ സെലക്ട് ആയിട്ടുള്ള 3-4 സ്ഥലങ്ങൾ പോകാനുള്ള അനുമതിയായിരുന്നു കൂട്ടത്തിൽ പോയി ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു സ്കൂളിൽ പോയപ്പോൾ ഒരു രക്ഷിതാവിന് ഒരു കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിൽ ആരാണ് എൻ്റെ കുട്ടി എന്ന് മനസ്സിലാക്കാൻ രീതിയിലാണ് അവിടുത്തെ ചെറിയ കുട്ടികളൊക്കെ തന്നെ LKG UKG മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഞാൻ വിചാരിച്ചു ഈ അച്ഛൻ എങ്ങനെ മനസ്സിലാവുന്നത്? ആ രീതിയിലാണ്. അതിന്റെ സംസ്കാരവും അതിന്റെ പാരമ്പര്യവും മറ്റൊരു തലത്തിലാണ്. നമ്മൾ കടന്നു വന്ന വഴികൾ, നൂറ്റാണ്ടുകൾക്കപ്പുറം കടന്നു വന്ന വഴികളിൽ ഇന്ത്യയിലെ, കേരളത്തിലെ നോർത്ത് ഭാഗങ്ങളിലെ ആളുകൾ കടന്നു വന്നത് ഈ നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിലൂടെ കടന്നു വന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന് നമ്മൾ. വാണിയ സമുദായ സംഗമം സ്വാഗത സംഘ ചെയർമാൻ KK അനിൽകുമാർ അധ്യക്ഷനായി. വാണിയ സമുദായ സമിതി കേരള സംസ്ഥാന പ്രസിഡന്റ് VC നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. വാണിയ സമുദായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നാലപ്പാടം, വാണിയ സമുദായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി കുന്നാവ്, വാണിയ സമുദായ സമിതി കൺവീനർ അഡ്വക്കേറ്റ് PP രാധാകൃഷ്ണൻ, മാഹി കോളേജ് റിട്ടയർഡ് അസിസ്റ്റന്റ് പ്രൊഫസർ Dr. P രവീന്ദ്രൻ, നളിനി ചാത്തു എന്നിവർ സംസാരിച്ചു. സമുദായത്തിലെ വിവിധ മേഖലകളിലെ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ KM രവീന്ദ്രൻ സ്വാഗതവും KM പവിത്രൻ നന്ദിയും പറഞ്ഞു. പാനൂർ നഗരസഭ കനകമല വാർഡ് 33-ലെ കിളിച്ചപ്പറമ്പത്ത് കണ്ണംതള്ളി മഠം റോഡ് പ്രവൃത്തിക്ക് തുടക്കമായി. പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭ കനകമല വാർഡ് 33-ലെ കിളിച്ചപ്പറമ്പത്ത് കണ്ണന്തളി മഠം റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലകളിൽ സമാനതകളില്ലാത്ത വികസനം കൊണ്ടുവരാൻ സാധിച്ചു. അമൃത് പോലെയുള്ള കുടിവെള്ള പദ്ധതികൾ കൂടി നമ്മുടെ വീടുകളിലേക്ക് പൈപ്പ് ലൈൻ സംവിധാന ശുദ്ധജല പദ്ധതിയുടെ പ്രവൃത്തികളൊക്കെ നടന്നു വരുന്നത്. എല്ലാ മേഖലകളിലും അടിസ്ഥാനപരമായ ആളുകൾക്ക് ആവശ്യപരമായ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചു, ഈ റോഡ് സാധാരണ നമ്മൾ ടാറിംഗ് ആണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ഭൂമിശാസ്ത്രപരമായി ഇങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ടാറിംഗ് ചെയ്താൽ അത് ഈട് നിൽക്കില്ല എന്നതുകൊണ്ടാണ് ചില പ്രവൃത്തികൾ കോൺക്രീറ്റ് റോഡുകളാക്കി മാറ്റുന്നത്. അങ്ങനെ ഒരുപാട് റോഡുകൾ നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾക്ക് വേണ്ടി നമ്മൾ
ഫണ്ട് വെച്ചു. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ TS കിട്ടാനൊക്കെ വേണ്ടി അയക്കുമ്പോൾ ചിലത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സാങ്കേതികപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും മടങ്ങി വരാറാണ് പതിവ്. എന്നിരുന്നാലും നമ്മളൊക്കെ നിരന്തരമായി ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ടാറിംഗ് പ്രവൃത്തി അത് ശാശ്വതമായ പരിഹാരമല്ല എന്നതുകൊണ്ടാണ് കോൺക്രീറ്റ് റോഡുകളായി കൊണ്ടുവരുന്നത്. എന്തുതന്നെയാലും ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനങ്ങളുണ്ട്. ഏതൊരു നാട്ടിന്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് പദ്ധതി മാത്രം വെച്ചതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അതിന് വാർഡ് കൌൺസിലർ അൻസാർ അണിയാരം അധ്യക്ഷനായി. ചടങ്ങിൽ റോഡ് പ്രവൃത്തിക്ക് നേതൃപരമായ പങ്കുവഹിച്ച കാദൂസിയോൻ, ചാത്തു KP എന്നിവരെ ചെയർമാൻ അനുമോദിച്ചു. അഷ്റഫ് NB, ഖാലിദ് പിലാവുള്ളതിൽ, PK അബ്ദുറഹ്മാൻ, MP പ്രജീഷ്, MP മഹേഷൻ, കോൺട്രാക്ടർ ദിവിൻ എന്നിവർ സംസാരിച്ചു. ഹസീബ് KC സ്വാഗതവും ശ്രീനാരായണ മഠം പ്രസിഡന്റ് KP ഷിബു നന്ദിയും പറഞ്ഞു. ചൊക്ലി VP ഓറിയന്റൽ ഹൈസ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും സ്മാർട്ടായി. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മെഗാ അലുമിനിയുടെ സഹായത്തോടെയാണ് സ്മാർട്ടായത്. പൂർവ്വ വിദ്യാർത്ഥിയായ രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്തു. 1957 വിദ്യാലയം സ്ഥാപിച്ച VC കുഞ്ഞിരാമൻ വൈദ്യർ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ആശംസകൾ നേർന്നത് വേറിട്ട കാഴ്ചയായി. ചൊക്ലി VP ഓറഞ്ചൽ ഹൈസ്കൂളിലെ മുഴുവൻ ക്ലാസ് മുറികളും സ്മാർട്ടാക്കി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ മെഗാ അലുമിനി 10 ക്ലാസ് മുറികളാണ് സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റിയത്. ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ രമേശ് പറമ്പത്ത് MLA നിർവഹിച്ചു. കഴിഞ്ഞ വർഷം നടത്തിയ മെഗാ അലുമിനി മീറ്റിന് പിന്നാലെയാണ് വിദ്യാലയത്തിലെ ക്ലാസ് മുറികൾ സ്മാർട്ടാക്കാൻ തീരുമാനിച്ചതും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കിയതും. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങാതെ പഠിച്ച വിദ്യാലയത്തിന് വേണ്ടി ഇത്തരം കാര്യം ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു മെഗാ അലുമിനി എന്ന നിലയിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ VP ഓറിയന്റൽ ഹൈസ്കൂളിലെ ഈ കമ്മിറ്റിക്ക് സാധ്യമായത് സംഘാടക മികവ് കൊണ്ട് ഏറെ പരിചയസമ്പന്നമായ ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ നിങ്ങളിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള പരിപാടികൾ ഏറെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വളരെ മികവുറ്റി നിൽക്കുന്ന ഒരു വലിയ ഒരു പരിപാടിയാണ് ഇന്ന് ഡിജിറ്റലൈസേഷനായി ഇന്ന് ഈ സ്കൂളിൽ ഇന്ന് ഇവിടെ ആരംഭം കുറിക്കാൻ പോകുന്നത്. അത് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളുടെ മികവോടെ നിങ്ങളുടെ കഴിവോടെ എനിക്ക് സാധ്യമായതിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. ഞാൻ ഏറെ അഭിമാനം കൊള്ളുകയാണ്. നമുക്കറിയാം ഇന്നത്തെ വിദ്യാഭ്യാസ രീതി രാജ്യത്ത് മാത്രമല്ല ലോകത്തെമ്പാടും നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കോളേജുകളിലും സ്കൂളുകളിലും പഠന രീതിയിലും പഠനക്രമത്തിലും ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസൃതമായി ഈ അലുമിനി കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമായതാണ് മറ്റൊരു ചരിത്രപരമായ കാര്യം എന്ന് ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്കൂളിന്റെ സ്ഥാപകനായിരുന്ന അന്തരിച്ച VC കുഞ്ഞിരാമൻ വൈദ്യരെ AI സംവിധാനത്തിലൂടെ പുനഃസൃഷ്ടിച്ച് ആശംസകൾ അർപ്പിച്ചത് വേറിട്ട കാഴ്ചയായിരുന്നു. 1957 VC കുഞ്ഞിരാമൻ വൈദ്യർ VP ഓറഞ്ചൽ ഹൈസ്കൂൾ സ്ഥാപിച്ചത്. ഏവർക്കും നമസ്കാരം. ഞാൻ കുഞ്ഞിരാമൻ വൈദ്യർ. നമ്മുടെ സ്കൂളിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂള് പഴയ പ്രതാപത്തിലേക്ക് ഉയരണം, നാടിൻ്റെ കെടാവിളക്കായി മാറണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓരോ ക്ലാസ് മുറിയിൽ സ്ഥാപിച്ച LED ടെലിവിഷനുകൾ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 9B ക്ലാസ്സിലെ സ്മാർട്ട് ക്ലാസ് റൂം K പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. 8C ക്ലാസ്സിലേത് K കുഞ്ഞുമൊയ്ത് മാസ്റ്ററും ഉദ്ഘാടനം ചെയ്തു. എട്ട് A ക്ലാസ്സിലേത് നിർമ്മലകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സെവൻത്ത് A ക്ലാസ്സിലേത് T അശോകൻ ഉദ്ഘാടനം ചെയ്തു.
7th B ക്ലാസ്സിൽ റഷീദ് പറമ്പത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആറ് A ക്ലാസ്സിൽ K തിലകൻ ഉദ്ഘാടനം ചെയ്തു. ആറ് B ക്ലാസ്സിൽ PK മുസ്തഫയും 8 B ക്ലാസ്സിൽ KK ബഷീറും ഉദ്ഘാടനം ചെയ്തു. 5 B ക്ലാസ്സിൽ K ഷമീമ ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ അധ്യക്ഷയായി. പ്രോഗ്രാം കൺവീനർ T അശോകൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ K പ്രദീപൻ, K കുഞ്ഞുമൈദ് മാസ്റ്റർ, K തിലകൻ, ഡോക്ടർ അബൂബക്കർ, റിട്ടയേർഡ് DDയും പൂർവ്വ വിദ്യാർത്ഥിയുമായ ദിനേശൻ മഠത്തിൽ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ പാനൂർ നഗരസഭാ കൗൺസിലർ NA കരീം, കൺവീനർ K മുഹമ്മദ് ബഷീർ, അധ്യാപക പ്രതിനിധി T സാലിഹ് മാസ്റ്റർ, PTA പ്രസിഡന്റ് K വിജിന, പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സയന്റിസ്റ്റ് K രാജൻ, PM അബ്ദുൽ സലീം, രമേശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. കോടിയേരി ഇല്ലത്ത് താഴിയിൽ വീട്ടുമുറ്റത്തെ പൈപ്പിനുള്ളിൽ കുടുങ്ങിയ പെരുമ്പാമ്പിനെ മാർക്ക് പ്രവർത്തകൻ ബിജിലേഷ് കോടിയേരി രക്ഷപ്പെടുത്തി. ഏറെ പണിപ്പെട്ട് പൈപ്പ് മുറിച്ച് നീക്കിയാണ് പാമ്പിനെ പുറത്തെടുത്തത്. തുടർന്ന് പാമ്പിനെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. ഇരതേടി ഇറങ്ങിയ പെരുമ്പാമ്പ് വീട്ടുമുറ്റത്തെ പൈപ്പിനുള്ളിൽ കുടുങ്ങിയത് വീട്ടുകാരെ പരിഭ്രാന്തിയിലാക്കി. ഇല്ലത്ത് താഴെ കനാൽ പരിസരത്ത് ദേവീകൃപയിൽ പ്രേമന്റെ വീടിന് പിന്നിലെ പൈപ്പിനുള്ളിലാണ് പെരുമ്പാമ്പ് ഓടിക്കയറിയത്. രാവിലെ പ്രേമന്റെ ഭാര്യ സിന്ധുവാണ് പൈപ്പിനുള്ളിൽ പാമ്പിനെ കാണുന്നത്. അകത്തോട്ടോ പുറത്തോട്ടോ പോകാനാകാത്ത വിധം പൈപ്പിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു പെരുമ്പാമ്പ്. സിന്ധുവിന്റെ നിലവിളി കേട്ടെത്തിയവർ വന്യജീവി സംരക്ഷണ സംഘടന മാർക്കിന്റെ പ്രവർത്തകൻ ബിജിലേഷ് കോടിയേരിയെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ബിജിലേഷ് പൈപ്പിനുള്ളിൽ നിന്നും പാമ്പിനെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് ഏറെ പണിപ്പെട്ട് വളരെ സൂക്ഷ്മതയോടെ പൈപ്പ് മുറിച്ചുമാറ്റി പെരുമ്പാമ്പിനെ പുറത്തെത്തിക്കുകയായിരുന്നു. തുടർന്ന് പെരുമ്പാമ്പിനെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു. വീട്ടുപരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും പൈപ്പുകൾ പോലുള്ള വസ്തുക്കൾ അലക്ഷ്യമായി ഇടരുതെന്നും ബിജിലേഷ് കോടിയേരി മുന്നറിയിപ്പ് നൽകി. ഇല്ലത്താഴെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ഫോൺ കോൾ വരികയുണ്ടായി. ഒരു പെരുമ്പാമ്പ് പൈപ്പിൻ്റെ ഉള്ളിൽ കുടുങ്ങിയെന്ന അവസ്ഥയാണ്. ഈ ഒരു അടിസ്ഥാനത്തിൽ ഞാനിവിടെ എത്തുകയും സാഹചര്യത്തിൽ ഇത് കാണുന്നത് തലയും വാൽഭാഗവും പൈപ്പിന് വെളിയിലും
നടുഭാഗം പൈപ്പിൽ കുടുങ്ങിയ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഏറെ നേരം പണിപ്പെട്ട് നമ്മുടെ ഇവിടെയുള്ള സുഹൃത്തുക്കളുടെയുള്ള സഹായത്തോടു കൂടി ആ പൈപ്പ് കട്ട് ചെയ്ത് പാമ്പിനെ പുറത്തെടുക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. പുതുച്ചേരി പോലീസ് മാഹി സബ് ഡിവിഷന്റെയും തലശ്ശേരി മിഴി കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാഹി പോലീസ് സൂപ്രണ്ട് വിനയ് കുമാർ ഗാഡ്ഗെ ഉദ്ഘാടനം ചെയ്തു. പുതുച്ചേരി പോലീസ് മാഹി സബ് ഡിവിഷന്റെയും തലശ്ശേരി മിഴി കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാഹി പോലീസ് സൂപ്രണ്ട് വിനയ് കുമാർ ഗാഡ്ഗെ ഉദ്ഘാടനം ചെയ്തു. മാഹി സർക്കിൾ ഇൻസ്പെക്ടർ PA അനിൽകുമാർ, SIമാരായ അജയ് കുമാർ, പ്രദീപ് കുമാർ, സുരേഷ് ബാബു, S ശങ്കർ എന്നിവർ നേതൃത്വം നൽകി. മാഹിയിലെ മുഴുവൻ പോലീസ് സേനാംഗങ്ങളും കുടുംബാംഗങ്ങളും ക്യാമ്പിലെത്തി പരിശോധന നടത്തി. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവരുടെ പെരുന്നാളിനോട് അനുബന്ധിച്ച് 2 വാരം സേവാ ദിവാരമായിട്ട് പുതുച്ചേരി പോലീസ് ആചരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് വിവിധ സേവന പരിപാടികളും പുതുച്ചേരി പോലീസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ന് തലശ്ശേരി മിഴി ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് മാഹി പോലീസ് സേനാംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഒരു കണ്ണ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപറമ്പ് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അംഗത്വ കാർഡ് വിതരണവും നടത്തി. ആശ്രയ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യ വിതരണവും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചവർക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപ്പറമ്പ് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും അംഗത്വ കാർഡ് വിതരണവും നടന്നു. ആശ്രയ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട 2 പേരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വീതം ആനുകൂല്യ വിതരണവും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനവുമായി വന്നപ്പോൾ ഈ പ്രാവശ്യം ഇതുവരെ നിൽക്കുമ്പോൾ ഇങ്ങനെ നന്നാകുമെന്ന് വിചാരിക്കും. മികച്ച പ്രവർത്തനമാണ് അവിടെയും നടത്തിയത്. അതുപോലെ തന്നെ ക്ഷേമ പദ്ധതിയിലായാലും മികച്ച പ്രവർത്തനം. ഈ ചെറുപറമ്പ് യൂണിറ്റിനെ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനം, ഒരു നിലപാടും ഒരു കാലത്തും ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിട്ടില്ല എന്നു തന്നെയാണ് എൻ്റെ പരിപൂർണമായ വിശ്വാസം. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വഴിക്ക് വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല, കടയിൽ വെച്ച് സംസാരിക്കേണ്ട കാര്യമല്ല. സ്വാഭാവികമായും പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ സംഭവിക്കും. അത് സ്വാഭാവികമായ കാര്യമാണ്. അതിൻ്റെ എല്ലാം നിജസ്ഥിതി മനസ്സിലാക്കാൻ തിരിച്ചറിവ്, വിവേകപൂർവമായ നിലപാടുകളും നടപടികളും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. മെമ്പർമാർക്ക് കഴിയണം. മെമ്പർമാർ ഇതെല്ലാം അകലെ നിന്നും അടുത്തു നിന്നും നോക്കിക്കാണും. വിലയിരുത്തലുകൾ നടത്തേണ്ടത്, മാർക്കിടേണ്ടത് ഈ സംഘടനയിൽ അംഗമായിട്ടുള്ള ആളുകളാണ്. എൻ്റെ അനുഭവത്തിൽ, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇതിന് പുറത്തുള്ള പത്രപ്രവർത്തകർ, ജനപ്രതിനിധികൾ, മറ്റു പല മതസംഘടനയുടെ ആളുകൾ, രാഷ്ട്രീയക്കാരെല്ലാം ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും ഈ ആശ്രയ പദ്ധതി പോലുള്ള പ്രവർത്തനങ്ങളെ നോക്കിക്കാണും. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നപ്പം പത്രസമ്മേളനത്തിൽ പോയപ്പോൾ തന്നെ പത്രപ്രവർത്തകർ തന്നെ കുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ആനുകൂല്യ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ദേവസ്യ മേച്ചേരി ഉപഹാര സമർപ്പണം നടത്തി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2025 ഇടം നേടിയ ഐറവ് S ഗോവിന്ദ് പാറായി, വാമിക ഷിജിൻ കുന്നുമൽ എന്നിവരെയാണ് അനുമോദിച്ചത്. മേഖലാ പ്രസിഡന്റ് CK രാജൻ അധ്യക്ഷനായി. മനോഹരൻ പാറായി സ്വാഗതം പറഞ്ഞു. പാഞ്ഞൂർ മേഖല ജനറൽ സെക്രട്ടറി CH രമേഷ് ബാബു, കല്ലിക്കണ്ടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ദിനേശൻ പൊയിലൂർ, പാറാട് യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ പുത്തൂർ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി NK ഷിബു, കല്ലിക്കണ്ടി യൂണിറ്റ് പ്രസിഡന്റ് P കുഞ്ഞിരാമൻ, വടക്കേ പൊയിലൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശരത് മാറോളി, JK അജിത്ത് എന്നിവർ സംസാരിച്ചു. ജനറൽ ബോഡി യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് PV ചന്ദ്രൻ അധ്യക്ഷനായി.
VK ഷാജേഷ് സ്വാഗതം പറഞ്ഞു. C പ്രകാശൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ പ്രസിഡന്റ് CK രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തന റിപ്പോർട്ട് VK ഷാജേഷും സാമ്പത്തിക റിപ്പോർട്ട് K രഞ്ജിത്തും അവതരിപ്പിച്ചു. TP ചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. തലശ്ശേരി ടൗൺ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ലോഗോ പ്രകാശനവും അനുമോദന ചടങ്ങും നടന്നു. ബാങ്ക് ഹെഡ് ഓഫീസിൽ പ്രശസ്ത ചിത്രകാരൻ KK മാരാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും പ്രശസ്ത ചിത്രകാരൻ KK മാരാർ നിർവഹിച്ചു. ലോഗോ ഡിസൈൻ ചെയ്ത K ഷിബിൻ, വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹനായ O ചന്തുമേനോൻ സ്മാരക വലിയമാടാവിൽ ഗവൺമെന്റ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥി അഹാൻ അനൂപ് എന്നിവരെ അനുമോദിച്ചു. അഹാന് ജീവനക്കാരുടെ ഉപഹാരം സമർപ്പിക്കുന്നുണ്ട്. ഈ തലശ്ശേരി ടൗൺ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലോഗോ ഷിബിനെ ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല, ആ ഡിസൈൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ 100% ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര എലിഗൻ്റായ ഒരു ഡിസൈനാണ് ഇവിടെ ഷിബിൻ ബാങ്കിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാങ്കിനും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ രൂപയുടെ ഡിസൈനിൻ്റെ ഫൈനലിസ്റ്റ് മാത്രമല്ല, അതിൻ്റെ 2ാം സ്ഥാനമാണ് സർട്ടിഫിക്കറ്റ്. അതിലെത്തിയ ഷിബിനാണ് ഈ റിസർവ് ബാങ്കിൻ്റെ തലപ്പത്തിൽ ഒരു ഡിസൈൻ തയ്യാറാക്കിയ ഷിബിനാണ് ഇവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡിസൈൻ തയ്യാറാക്കിയത് എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രശംസ ഏറ്റുവാങ്ങിയ വലിയമാടാവിൽ O ചന്തുമേനോൻ സ്മാരക വലിയമാടാവിൽ UP സ്കൂൾ വിദ്യാർത്ഥിയായ ശ്രീ അഹാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ എത്തി. സ്പീക്കർ അദ്ദേഹത്തെ ആദരിച്ചു. ഈ ചെറിയ കുട്ടിയല്ല കേട്ടോ, വലിയ കാര്യമാണ് പറയുക. പണ്ട് മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അതുപോലുള്ള കാര്യമാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. നമ്മുടെ കണ്ണ് തുറപ്പിക്കുക എന്ന് പറയുന്നൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം 3 കണ്ണുണ്ട് മനുഷ്യന് 3 കണ്ണുണ്ട്, 2 കണ്ണല്ല. 3ാമത്തെ കണ്ണെന്ന് പറയുന്നത് മനസ്സാണ്, ഉൾക്കണ്ണെന്ന് പറയും. ഈ കുട്ടിയെ സംബന്ധിച്ച് ഇത്ര ചെറുപ്പത്തിലെ 3ാം ക്ലാസ്സിലാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഉൾക്കണ്ണ് തുറന്നു സമൂഹത്തെ കാണുന്നത്, വേദനിക്കുന്നവരെയാണ് കാണുന്നത്, പരാജയപ്പെട്ടവരെ കാണുക. സത്യത്തിൽ പരാജയമില്ല. ഇപ്പോൾ ഒരു മത്സരത്തിൽ 1-2 1ാം സ്ഥാനം ഒരാൾക്ക് കിട്ടി, പക്ഷെ 2ാം സ്ഥാനക്കാരൻ അതിന് അർഹനല്ല എന്നല്ല. എന്തുകൊണ്ടാണെന്നറിയോ? എത്രയോ മത്സരങ്ങളുടെ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മുടെ സ്കൂൾ തല സംസ്ഥാന മത്സരങ്ങളിൽ തന്നെ 1ാം സ്ഥാനം കിട്ടിയ എത്രയോ മനുഷ്യർ പിന്നെ കണ്ടിട്ടില്ല, ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. അതേ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട എത്രയോ പേര് ഉയർന്ന് ഉന്നതങ്ങളിലെത്തിയിട്ടുണ്ട്. ബാങ്ക് പ്രസിഡന്റ് കരായി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി CK സ്മിത സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി റോഷൻ വത്സരാജ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ടേ പേരുണ്ടേ, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ടേ പേരുണ്ടേ, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം,
BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia, 5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പള്ളൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. പെരിങ്ങത്തൂർ MESF കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ IQAC NSS യൂണിറ്റ് നമ്പർ 90 എന്നിവ മലബാർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. വാർഡ് കൗൺസിലർ അയൂബ് NPK പരിപാടി ഉദ്ഘാടനം ചെയ്തു. രക്തത്തിന് പകരം മറ്റ് ഒരു വസ്തുവും ശാസ്ത്രലോകം കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരു ദാനം എന്ന് പറയുന്നത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നതാണ്. അതായത് സമ്പത്ത്, നമ്മുടെ നാട്ടിലെ ഒരു പ്രക്രിയ അങ്ങനെയാണ്. എന്നാൽ ഇല്ലാത്തവൻ ഉള്ളവന് കൊടുക്കാൻ കഴിയുന്ന ഒരു ദാനമാണ് രക്തദാനം എന്നുള്ളത്. നമുക്ക് ആർക്കും ചെയ്യാം. അത് സാമ്പത്തികമായ അന്തരമോ സാമൂഹികമായ വ്യത്യാസമോ ഒന്നുമില്ലാതെ ഉള്ളവൻ ഇല്ലാത്തവനും ഇല്ലാത്തവൻ ഉള്ളവനും കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് രക്തദാനം എന്നുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നമ്മളൊക്കെയും ഇതിന് മുന്നിട്ട് വരണം. പുതിയ കാലത്ത് ഞാനും നിങ്ങളും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകളാണ്, വെഡിങ് ആനിവേഴ്സറികൾ ആഘോഷിക്കുന്ന ആളുകളാണ്. ഈ ദിവസങ്ങളൊക്കെയും പുതിയ കാലത്തെ കുട്ടികൾ എന്നുള്ള രീതിയിൽ ഇത്ര പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ പുതിയ സമൂഹം അവരുടെ ചിന്തകളും അവരുടെ ഭാവനകളും മാറേണ്ടത്. കോളേജ് പ്രിൻസിപ്പലും ക്യാമ്പിന്റെ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ CK ബാബു രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. മലബാർ ക്യാൻസർ സെന്ററിലെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു ആർ കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സഹായിക്കാൻ ഇന്ന് ഇവിടെയുള്ള ഇത്രയും കുട്ടികളും എലിജിബിൾ ആയിട്ടുള്ളത്, നമ്മൾ എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യും, ബാക്കി കാര്യങ്ങളെല്ലാം ചോദിക്കും. ഫിറ്റ് ആയിട്ടുള്ളവരെല്ലാവരും ഇന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം, അല്ലേ? ചെയ്യില്ലേ? ഒരു വോളണ്ടറി സർവീസായിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഒരു മെമ്മറബിൾ ആയിരിക്കണം. പല ആൾക്കാരും ഇന്ന് ആദ്യമായിട്ടായിരിക്കും ബ്ലഡ് കൊടുത്തത്. ഇതിൽ ബ്ലഡ് കൊടുത്തവരുണ്ടോ? പരിപാടിയിൽ K നികിത, EK ഹരിദേവ്, K രഗ്ന എന്നിവർ പങ്കെടുത്തു. അഹ്ലം അഹമ്മദ് നന്ദി പറഞ്ഞു. കണ്ണവും വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസിന്റെ ഭാഗമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസിന്റെ ഭാഗമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്ഥലം ഞാനിങ്ങോട്ട് എടുക്കുകയാണ്. അരിയാജിയൊക്കെ തന്നെ ആകെ അമ്പരന്ന് പോയി. കാരണം രേഖ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ ബേജാറായിട്ട് അരിയാജി പറഞ്ഞിരുന്നു, അങ്ങനെ ക്ലിയർ വഴി നമുക്കത് ആവശ്യമാണ്, അത് നാട്ടുകാരുടേതാണ്, അങ്ങനെയാണ് ഞാൻ മൊക്കാം അവിടെയുണ്ട് എന്നൊക്കെ തന്നെ പറഞ്ഞു. അന്നേരമാണ്, ആ സമയത്താണ് ഇതിൻ്റെ ആധാരം ചെമ്പോല എന്ന് പറയുന്നത്. പഴയ കാലത്ത് ഈ ചെമ്പോലയിൽ എഴുതിയാണ് ആധാരമൊക്കെ തന്നെ. ആ ആധാരം അവരെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പിതാവ് മരണപ്പെട്ടത്. അപ്പോൾ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ആധാരം ഇവരുടെ ഈ മക്കാമിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ അത് സംഘാടകരായിട്ടുള്ളവർക്ക് നൽകണമെന്ന്. അങ്ങനെയാണ് എൻ്റെ പിതാവ് ലോകം വിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 2001 ഞാൻ നിയമസഭയിൽ അംഗമായത് മുതൽ ഏകദേശം എല്ലാ വർഷങ്ങളിൽ 1-2 വർഷം മാത്രമേ ഒഴിവായിട്ട് കൊടുത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനായി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കൂത്തുപറമ്പ് ACP KV പ്രമോദ് ആദരിച്ചു. അബ്ദുൾ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഉടനെ തന്നെ ഖലീഫയോട് ചോദിച്ച ചോദ്യം ആദ്യം ചോദിച്ച ചോദ്യം, മിൻ അയ്യ അഹ്ലിൽ കിതാബി അൻത, നീ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചു. തന്റെ രാജ്യത്ത് പല മതക്കാരുണ്ട്.
നീ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആണെന്ന് ചോദിച്ചു. ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ സംഭവത്തെ നിങ്ങൾ വിലയിരുത്തണം. ഇസ്ലാമിക ചരിത്രത്തിൽ ജാജ്വല്യമായി കിടക്കുന്ന ഒരുപാട് ചരിത്രങ്ങളിൽ ഒന്നാണിത്. ഖലീഫ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു, അല്ല യഹൂദിയും, ഞാൻ ജൂതനാണ്. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി എൻ അലി അബ്ദുള്ള, ഫാദർ നോബിൾ കെ വർഗീസ്, എൻ യൂസഫ് ഹാജി, സുധീർ നരോത്ത്, സി ചന്ദ്രൻ, കെ വി ശ്രീധരൻ, കെ വി ജോസഫ്, കെ കെ ദിനേശൻ, പ്രമോദ് വെളുമ്പത്ത്, കെ ഗഫൂർ എന്നിവർ സംസാരിച്ചു. മതവിജ്ഞാന സദസ്സ് കണ്ണമം ഖത്തീബ് ഷമീർ മന്നാനി ഉദ്ഘാടനം ചെയ്തു. SMK അഷ്റഫ് അധ്യക്ഷനായി. പാനൂർ ബേസിൽ പീഡിക ശ്രീനാരായണ വായനശാല ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ഈണത്തിനനുസരിച്ച് ഗാനരചനാ മത്സരം വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. ചടങ്ങിൽ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം നേടിയ ഡോക്ടർ അനിൽകുമാറിനെ ആദരിച്ചു. പാനൂർ ബേസിൽ പീഡിക ഡോക്ടർ KK രാജാറാമിന്റെ വീട്ടുമുറ്റത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ മുണ്ടശ്ശേരി അവാർഡ് നേടിയ ഡോക്ടർ TK അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ആദര സമ്മേളനം കലാമണ്ഡലം മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ശ്രീ രാജേഷും ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ ആദരണീയായ ശ്രീ വിജയരാജ മല്ലിക മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ മുസ്തഫ മാഷും അഷ്റഫ് മാഷും ഉൾപ്പെടെയുള്ള ഒരുപാട് സാഹിത്യ രചനാ മേഖലകളിലൊക്കെ അറിയപ്പെടുന്ന പ്രതിഭകളും എത്തിയിട്ടുണ്ട്. ഈ നാട് സാഹിത്യപരമായും കലാപരമായും സാംസ്കാരികമായും ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറുന്ന ഒരു നാടാണ് എന്നെനിക്ക് വളരെ കാലമായിട്ട് അറിയാം. ഈ നാട്ടിൻ്റെ പ്രതിനിധിയായിട്ട് അനിമാഷും കുടുംബവും കലാനിലയത്തിലും ഉണ്ട്. അപ്പോൾ കണ്ണമ്പള്ളി ആയാലും ഫ്രണ്ട്സ് ആയാലും ബേസിൽ പീഡികയായാലും ശ്രീനാരായണ വായനശാലയായാലും പാനൂരിന് സമീപ പ്രദേശമുള്ള ഈ ഒരു ചെറിയ ഗ്രാമപ്രദേശത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എപ്പോഴെങ്കിലും എത്തിച്ചേരണം, നോട്ടീസൊക്കെ കാണുമ്പോൾ അതിൽ പങ്കുകൊള്ളണം, അഭിരമിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം വെച്ച് പുലർത്തിക്കൊണ്ട് മുന്നേറുന്ന അവസരങ്ങളിലാണ് ഇങ്ങനെ ഒരു അതിഥിയായിട്ട് എത്താനുള്ള ഒരു സൗഭാഗ്യം കിട്ടുന്നത്. ഡോക്ടർ KK രാജാറാം അധ്യക്ഷനായി. അജയൻ ഗാനാഞ്ജലി, സുരേഷ് ബാബു, MB രാജേഷ്, മുസ്തഫ കമാൽ, വിജയരാജമല്ലിക, അഷ്റഫ് ചമ്പാട്, ഉഷ കരുണാകരൻ, സിന്ധു രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അജയൻ ഗാനാഞ്ജലിയുടെ നേതൃത്വത്തിൽ സംഗീത സായാഹ്നവും അരങ്ങേറി. ഗാനരചന മത്സര വിജയികളായ PR വിജയലക്ഷ്മി തിരുവനന്തപുരം, സുരേഷ് ബാബു നിള്ളങ്കൽ, MB രാജേഷ് തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. തലശ്ശേരി മുബാറക് LP സ്കൂളിൽ പുതുതായി തയ്യാറാക്കിയ കിഡ്സ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചു. മാനേജർ സി ഹാരിസ് ഹാജി ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി മുബാറക് LP സ്കൂളിൽ പുതുതായി തയ്യാറാക്കിയ കിഡ്സ് പാർക്കിന്റെ ഉദ്ഘാടനം മാനേജർ സി ഹാരിസ് ഹാജി നിർവഹിച്ചു. ഇങ്ങനെ ഒരു പരിപാടി നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് കുട്ടികൾ ഈ കലാലയത്തിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ മുബാറക് LP സ്കൂളിൽ പഠിച്ചു വന്ന് കളിച്ചു വന്ന കുട്ടികൾ ഇത്രയും കേമന്മാരായ കുട്ടികളാണ് എന്ന് അവർ രക്ഷിതാക്കൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു സദസ്സ് ഒരുക്കിയതിന് ഹെഡ് മാസ്റ്റർ ചെയ്ത മുൻകൈയെടുത്തതിനെ ഞാൻ പ്രശംസിക്കുന്നു. നമ്മളെല്ലാവരും സഹകരണത്തോടുകൂടി ഇങ്ങനെ ഈ പരിപാടി വിജയിപ്പിച്ചതിനും നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ഭാവിയിൽ നല്ല പൗരന്മാരായി വളരാൻ കുട്ടികൾ ഇന്ന് തന്നെ രക്ഷിതാക്കളോട് ഉത്സാഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. സമയത്തും മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് AK സക്കറിയ, സെക്രട്ടറി ബഷീർ ചെറിയാണ്ടി, അംഗങ്ങളായ പ്രൊഫസർ AP സുബൈർ, മുഷ്താഖ് കല്ലേരി, ANB ഷാഹിദ്, തഫ്ലീം മാണിയാട്ട്, പ്രധാനാധ്യാപകൻ MJ അബ്ദുൽ നാസിഫ്, PTA പ്രസിഡന്റ് PC റബീസ്, മദർ PTA പ്രസിഡന്റ് ഫർസാന, സ്റ്റാഫ് സെക്രട്ടറി M സാജിം എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം ശ്രാവൺ 25 വിപുലമായ പരിപാടികളോടെ നടന്നു. ഡോക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓണാഘോഷം ശ്രാവൺ 25 വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഡോക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഡോക്ടർ നസീമ, ജില്ലാ ട്രഷറർ ഡോക്ടർ രേഷ്മ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സഞ്ജീവ് ലാസർ, NWC അംഗം ഡോക്ടർ ഹരീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർമാരും അവരുടെ കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ഊരാങ്കോട്ട് പാട്യം ഗോപാലൻ സ്മാരക വായനശാലയ്ക്ക് സമീപം ശ്രീനാരായണ ഗുരുസമാധി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുസമാധി ദിനം വിപുലമായി ആചരിച്ചു. ഗുരുപൂജയും സമൂഹ സദ്യയും ഉണ്ടായി. ഊരാങ്കോട്ട് പാട്യം ഗോപാലൻ സ്മാരക വായനശാലയ്ക്ക് സമീപം ശ്രീനാരായണ ഗുരു സമാധി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമാധി ദിനം കഴിഞ്ഞ 28 വർഷമായി വിപുലമായി ആചരിക്കുന്നുണ്ട്. കണ്ടൻ റോജൻ പ്രസിഡന്റായും T രതീഷ് സെക്രട്ടറിയുമായുള്ള വിപുലമായ സംഘാടക സമിതിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ 28 വർഷമായി ഊരാങ്കോട്ട് പാട്യം ഗോപാലൻ സ്മാരക വായനശാലയ്ക്ക് സമീപം ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം വളരെ സമുചിതമായി ആചരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇവിടെ വരാറുണ്ട്. ഏകദേശം 1000-ഓളം ആളുകൾ ഭക്ഷണം കഴിച്ച് മതസൗഹാർദ്ദത്തോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിനാചരണത്തിൽ പങ്കെടുത്ത് പിരിയുകയാണ്. KP പ്രകാശൻ, T പ്രബീഷ്, സോജിത്, MB ബിനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുപൂജ, സമൂഹ സദ്യ എന്നിവയും ഉണ്ടായി.
ദേശീയ ആയുർവേദ മാസാചരണത്തിന്റെ ഭാഗമായി പാട്യം, കോട്ടയം മലബാർ, ന്യൂമാഹി എന്നീ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ഒയിസ്ക ഇന്റർനാഷണൽ GHSS മമ്പറം NSS യൂണിറ്റ് എന്നിവരുടെയും നേതൃത്വത്തിൽ പ്രകൃതിയിലേക്ക് എന്ന പദ്ധതിക്ക് തുടക്കമായി. തള്ളോട് LP സ്കൂളിന് സമീപത്തെ KC ഫാമിലാണ് പരിപാടി നടന്നത്. ദേശീയ ആയുർവേദ മാസാചരണത്തിന്റെ ഭാഗമായി പാട്യം, കോട്ടയം മലബാർ, ന്യൂമാഹി എന്നീ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും ഒയിസ്ക ഇന്റർനാഷണൽ GHSS മമ്പറം NSS യൂണിറ്റ് എന്നിവരുടെയും നേതൃത്വത്തിലാണ് പ്രകൃതിയിലേക്ക് എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം തള്ളോട് LP സ്കൂളിന് സമീപം KC ഫാമിൽ നടന്നു. കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കക്കോത്ത് പ്രഭാകരൻ അധ്യക്ഷനായി. പരിപാടിയുടെ ഭാഗമായി KC മോഹനന്റെ മത്സ്യകൃഷിയുടെ വിളവെടുപ്പുത്സവവും സംഘടിപ്പിച്ചു. 40 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം മുഴുവൻ സമയ കാർഷിക വൃത്തിയിലേർപ്പെട്ട മോഹൻ ജൈവസമ്പത്ത് സംരക്ഷിക്കുന്നതിൽ വരുമാനം നോക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഔഷധ സസ്യങ്ങളുടെ തിരിച്ചറിയൽ മത്സരം, ബോധവൽക്കരണ ക്ലാസ്, വൃക്ഷത്തൈ നടീൽ ഉദ്ഘാടനം, ആദരിക്കൽ ചടങ്ങ്, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവ നടന്നു. ബോധവൽക്കരണ ക്ലാസ് ന്യൂമാഹി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡിജോ ജോസും, തൈകളുടെ നടീൽ ഉദ്ഘാടനം NSS കോർഡിനേറ്റർ P സുമേഷും, സർട്ടിഫിക്കറ്റ് വിതരണം ഫാർമസിസ്റ്റ് P പ്രമോദും നിർവഹിച്ചു. ജൈവ സംരക്ഷണ മേഖലയിലെ സേവനത്തിന് ഒയിസ്ക മമ്പറം ചാപ്റ്റർ പ്രതിനിധി KC മോഹനെ ചടങ്ങിൽ കോട്ടയം മലബാർ മെഡിക്കൽ ഓഫീസ് ഡോക്ടർ TV സന്തോഷ് ആദരിച്ചു. മികച്ച ഔഷധ സസ്യ പ്രചാരകനായി പറമ്പായി ശിവപ്രകാശ് UP സ്കൂൾ വിദ്യാർത്ഥി K ശ്രീദേവിനെയും, ഔഷധ സസ്യ തിരിച്ചറിയൽ പരിപാടിയിൽ വിജയികളായ ആദ്യ K A ആര്യനന്ദ, അനുരാഗ് പുതിയടത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തു. തുഷാര ടീച്ചർ, ഷക്കീർ C K സുകുമാരൻ, മനു വള്ളിയായി, രാകേഷ് വള്ളിയായി, റിനീഷ് പാട്യം, ജിത്തു വെളുത്താൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നീണ്ട 40 വർഷക്കാലത്തോളം പ്രവാസ ജീവിതം നയിക്കുകയും പിന്നീട് നാട്ടിലേക്ക് വന്നപ്പോൾ കൃഷിയിൽ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് നാടിനാകെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളായി മോനാട്ടൻ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 6-ാം തീയതിയാണ് ഈ ഒരു മത്സ്യ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പരിപാടി ഏറ്റവും വലിയ പരിപാടിയായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയായിരുന്നു മത്സ്യങ്ങളെ വളർത്തുന്ന പരിപാടി. ഇവിടെ ഈ ഒരു പറമ്പിലേക്ക് കയറുമ്പോൾ തന്നെ പ്രത്യേകമായ ഒരു അനുഭവമാണ് നമുക്കെല്ലാം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചുറ്റുപാടും കൃഷിയാണ്, മാങ്കോച്ചിനും. ദീർഘകാലം മാടപ്പീടികയിലെ ഹോട്ടൽ വ്യാപാരിയായിരുന്ന തോട്ടോളിൽ വാസു അനുസ്മരണം സംഘടിപ്പിച്ചു. കോടിയേരി വ്യാപാരി വ്യവസായി സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഴയ KCB ഓഫീസ് ഹാളിലാണ് പരിപാടി നടന്നത്. ദീർഘകാലം മാടപ്പീടികയിലെ ഹോട്ടൽ വ്യാപാരിയായിരുന്നു തോട്ടോളിൽ വാസു. വ്യാപാരി വ്യവസായി സമിതി കോടിയേരി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. തലശ്ശേരി നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമിതി കോടിയേരി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് രഞ്ജിത്ത് പുന്നോൽ അധ്യക്ഷനായി. CP പ്രസീൽ ബാബു, രാമചന്ദ്രൻ, A ശശി, CPN നൗഫൽ, KP മാധവൻ മാസ്റ്റർ, സുരേഷ് ബാബു, KK ദിനേശൻ, KK ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊളവല്ലൂർ ഹൈസ്കൂൾ 1981 SSLC ബാച്ച് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ നാടക പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനം ചെയ്തു. കൊളവല്ലൂർ ഹൈസ്കൂളിൽ 1981 അധ്യയന വർഷത്തിൽ SSLC പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളാണ് സൗഹൃദ സംഗമം ഒരുക്കിയത്. 100-ൽ പരം സഹപാഠികളും ആ കാലഘട്ടത്തിലെ അധ്യാപകരും സംഗമത്തിൽ ഒത്തുചേർന്നു. ഒന്നിച്ചിരിക്കാം, പരിചയം പുതുക്കാം, മുഖാമുഖം പരിപാടി നടന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ പരസ്പരം പരിചയപ്പെട്ടു. തുടർന്ന് ആദരണീയം ഉദ്ഘാടന ചടങ്ങ് നടന്നു. സിനിമാ നാടക പ്രവർത്തകൻ രാജേന്ദ്ര തായാട്ട് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്ന ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനം കൂടിയില്ല. ജാതിയുടെയും മതത്തിൻ്റെയും ഭീഷ്മമായിട്ടുള്ള ഒരു വൃത്തികെട്ട കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ശക്തമായി പോയിട്ടുള്ള നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മുടെ മതപോലെയാണ്. നമുക്ക് ജാതിയില്ല, മതമില്ല, എല്ലാത്തിനും അപ്പുറം സ്നേഹം എന്നുള്ള ഒരൊറ്റ രാഷ്ട്രീയവും ഒറ്റ മതവും ഒറ്റ ജാതിയുമായി മാറണം എന്നാണ് എനിക്ക് നിങ്ങളെ അപേക്ഷിക്കാറുള്ളത്. അതുതന്നെയാണ് നമ്മളെയൊക്കെ ഇവിടെ ഒത്തുചേരലിൽ എത്തിച്ചേർത്തിരിക്കുന്നത് എന്നും ഞാൻ വിശ്വസിക്കുന്നു.
ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ മനസ്സിൽ അല്ലാതെ പഴയ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നു. ഈ സ്കൂളിൻ്റെ കോമ്പൗണ്ടും പഴയ കാലത്ത് സ്കൂളിൻ്റെ കോമ്പൗണ്ടൊക്കെ മനസ്സിൽ വരിക. ഓൽവി സാർ പറഞ്ഞതുപോലെ ഓൽവി സാർ അദ്ദേഹത്തിൻ്റെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഒരു വരികളുണ്ട്. ഒരു വട്ടം കൂടിയും ഓർമ്മകൾ വീഴുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണി നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നൊരുക്കുവാൻ മോഹം, മരമൊന്നൊരുക്കുവാൻ മോഹം. ഡോക്ടർ കെ കെ രാജാറാം അധ്യക്ഷനായി. ചമത നാണു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. വിട പറഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും അനുസ്മരിച്ചുകൊണ്ട് രവീന്ദ്രൻ പോയിലൂർ സംസാരിച്ചു. പൂർവാധ്യാപകരെ ഷാളണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു. MP ചന്ദ്രൻ, പ്രസന്ന, റിട്ടയർഡ് പ്രിൻസിപ്പാൾ ഡോക്ടർ KV ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. VK മുരളി നയിച്ച കലാപരിപാടികളും അരങ്ങേറി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ബാങ്ക് ലോൺ എടുത്ത് ജപ്തി ഭീഷണി നേരിടുന്നവരുടെ കൂട്ടായ്മ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ യോഗം പാനൂരിൽ നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ബാങ്കുകളും പണമിടപാട് സ്ഥാപനങ്ങളും ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ ഇതിനെതിരെ ജനകീയ കൂട്ടായ്മകൾ ശക്തമാകുന്നു. സംസ്ഥാനത്ത് ജപ്തി നിരോധന നിയമം നിലനിൽക്കെ തന്നെ കിടപ്പാട ജപ്തി വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇരകൾ സംഘടിക്കുന്നത്. സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ണൂർ ജില്ലയിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ആലോചനാ യോഗം പാനൂർ UP സ്കൂൾ ഹാളിൽ നടന്നു. പലിശയും കൂട്ടുപലിശയും ചുമത്തി ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ലോൺ എടുത്തതിന് 10 ലക്ഷം, 10 ലക്ഷത്തിലധികം ഇങ്ങനെ ബാക്കിയെല്ലാം അടച്ചു തീർന്നു. 15 ലക്ഷം 16 ലക്ഷമായിട്ട് അടച്ചു കഴിഞ്ഞിന്. പിന്നെ നോക്കുമ്പോൾ ആങ്ങളൊക്കെ സുഖമില്ല ഉണ്ടായിപ്പോയി. കൊറോണ വന്നിട്ട് ഇതായിപ്പോയി. പിന്നെ പോകാൻ കഴിഞ്ഞില്ല, ഗൾഫ് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ബാങ്കുകാർ വന്നിട്ട് വീട്ടിൽ വരിക, അമ്മേനെ ഇങ്ങനെ സുഖമില്ലാതെ അമ്മയാണ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മുഴ വന്നിട്ട് ഇങ്ങനെ ഇതാകുന്നതാണ്. എന്നിട്ട് വന്നിട്ട് അമ്മേനോ ഇങ്ങനെ പറയും, നിങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നിൽക്കണം, ജപ്തി ചെയ്യാൻ വന്നതാ, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നിന്നോ, പേനും കഴിക്കുന്ന ആടെ നിന്നോ, ഇങ്ങനെയല്ല പറയുന്നത്. അമ്മ തീരെ സുഖമില്ലാതെ അമ്മയാണ്. ഇനിയിപ്പോൾ നമ്മൾ അടക്കൂല എന്ന് പറയുന്നില്ല, കുറച്ച് സാവകാശം തന്നു കഴിഞ്ഞാൽ നമ്മൾ കുറിശിക്കും തള്ളിയിട്ടുണ്ടെങ്കിൽ സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ അടച്ചോളും കുറേശ്ശെ കുറച്ച്. 10 ലക്ഷം ലോൺ എടുത്ത് വീടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലിപ്പോൾ 12 ലക്ഷത്തി 5,354 രൂപ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. ഇനിയും 11 ലക്ഷത്തോളം ഡ്യൂ ബാക്കി നിൽക്കുന്നുണ്ട്. ഇത്രയും കൊറോണ സമയത്താണ് ഡ്യൂ വന്നത്. അന്ന് അടക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ എനിക്ക് രോഗം വന്ന്, എൻ്റെ മോന് രോഗം വന്ന്, അതുകൊണ്ടാണ് അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ അടക്കെല്ലാം ചെയ്യും. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നുകൊണ്ട് ഡ്യൂ വന്നതുകൊണ്ട് മറ്റുള്ളൊരു ബാങ്കിൽ നിന്നും നമ്മൾ ലോൺ എടുത്ത് അതും ഇപ്പം കടക്കണിയിലായി. ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ളത്. പെൺകുട്ടികളായിരുന്നു. 3 കുട്ടികളെ കല്യാണം കഴിഞ്ഞു. ആദ്യം ഒരു ലോണ് 1.5 ലക്ഷം പിന്നെ പിന്നോക്ക വ്യവസായ കോർപ്പറേഷൻ എടുത്ത് അത് കണ്ടമാനം കുടിശ്ശിക വന്ന് പിന്നെ അവസാനം അടച്ച് തീർത്ത്. ഇപ്പോൾ മൂന്നാമത്തോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് 7 ലക്ഷം ഉറുപ്പ്യ എടുത്തിന്, വീട് നന്നാക്കാനും അവരെല്ലാം കൂടിയായിട്ട്. അപ്പോൾ അത് ആ സമയത്ത് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഇത് വന്ന് കിഡ്നി രോഗം വന്ന് പിന്നെ ഈ ആൻജിയോ ചെയ്ത് അത് 2-3 ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് 2 ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കുടിശ്ശിക വന്ന് 70,000 ഉറുപ്പ്യ അടുത്തോളം അടച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഇപ്പോൾ അവർ പറയുന്നത് 70 ആയിട്ടുണ്ട്. കുറച്ച് 3-4 മാസം നിന്ന് പോയിരുന്നു അടയ്ക്കാൻ പറ്റാത്ത ഒരു വിഷമം കൊണ്ട്. പണിക്ക് പോയതിനാന്നില്ല. ഭാര്യയ്ക്ക് സ്കൂളിൽ ഭക്ഷണം വെക്കുന്ന ജോലിയാണ്. അതാണെങ്കിൽ എപ്പോഴെങ്കിലും ചെറിയ ഒരു 2,000 ഉറുപ്പ്യ 3,000 ഉറുപ്പ്യ വെച്ചിട്ടാണ് കൊടുക്കും. കോവിഡും പ്രളയവുമൊക്കെയാണ് തങ്ങളെ പ്രതിസന്ധിയിലാക്കിയതെന്നും ഇവർ പറയുന്നു. ജപ്തി നടപടികൾ ഒഴിവാക്കി കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് കൂട്ടായ്മയുടെ ആവശ്യം. ഈ പാവപ്പെട്ട ആളുകളൊക്കെ തന്നെ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കില്ല എന്ന് പറയുന്ന ആളുകളല്ല. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെല്ലാവരും നമുക്കറിയാം, അഭിമാനത്തോടു കൂടി പട്ടിണിയിലാണെങ്കിലും അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ്. കടമെടുത്തു കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇവിടെ കോവിഡ് മഹാമാരി, നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ വന്നപ്പോൾ ജനങ്ങൾക്ക് പണം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തൻ്റേതല്ലാത്ത കാരണത്താൽ ഈ പണം അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ന് എല്ലാ കുടുംബങ്ങളും, ഒട്ടനവധി കുടുംബങ്ങൾ ഇന്ന് ഈ പാനൂരിലെത്തിയപ്പോൾ ഒരുപാട് കുടുംബങ്ങളെ സമീപിക്കാൻ സാധിച്ചു. ആ കുടുംബങ്ങളെ പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ വലിയ വേദനയാണ്. ഇത്തരത്തിലുള്ള 2 തരം പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് ഈ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത്. ആ നിയമനിർമ്മാണത്തിനെതിരെ ശക്തമായ പോരാട്ടം 13 വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ടും തിരിച്ചടവ് മുടക്കിയവർക്ക് അമിതമായ പലിശ ചുമത്തിയത് ഒഴിവാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു.
സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം സംസ്ഥാന കമ്മിറ്റി അംഗം പി.കെ. ഷാജി, ജില്ലാ ചെയർമാൻ നസീർ പൊന്നം, കൺവീനർ വിജേഷ്, ഇന്ദിര ചമ്പാട്, വേണുഗോപാലൻ കുനിയിൽ, എം. നാസർ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ഞോടി മലബാർ പ്രവാസി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. KPCC അംഗം വി. രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞോടി മലബാർ പ്രവാസി വെൽഫെയർ സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം KPCC അംഗം വി. രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 22,000 ഇതുപോലുള്ള ഡയഗ്നോസ്റ്റിക് സെന്ററുകളെ IMAയുടെ നേതൃത്വത്തിൽ, ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏറ്റവും വിദഗ്ധരായ ഒരാളെന്ന് പറയുന്നത് അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധന ഒരു വർഷം പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ലാബുകളിൽ 2ാം സ്ഥാനം ഈ ഡയഗ്നോസ്റ്റിക് സെന്ററിന് കിട്ടുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഒരു സൂക്ഷ്മത, അതിൻ്റെ ഒരു ശ്രദ്ധ, അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേ രീതിയിൽ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുപോകുന്നത്. സഹകരണ സംഘടനകളിലേക്ക് നമ്മൾ എത്തുന്നത് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ വളരെ പടർന്ന് പന്തലിച്ച് ഗുജറാത്ത് കഴിഞ്ഞാൽ കേരളമാണ് ഏറ്റവും സഹകരണ സംഘങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ വിശാലമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള സംഘങ്ങൾ ബഹുഭൂരിപക്ഷം നടക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ ഒരു മേൽനോട്ടം ഏതാണ്ട് എല്ലാ സഹകരണ സംഘങ്ങളിലും ഉണ്ട്. അതൊരു സത്യമാണ്. അതൊരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ ഗുണം ചെയ്തെങ്കിലും സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. അപ്പോൾ നിസ്സാരമായി നമ്മളങ്ങനെ കണ്ടുപോകേണ്ട, കേട്ടുപോകേണ്ട, അറിഞ്ഞു പോകേണ്ട ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നത്. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. നല്ലൊരു സദസ്സിൽ നമ്മളങ്ങനെ ഈ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞ് അതിൻ്റെ നിങ്ങളുടെ മനസ്സ് ആവശ്യത്തിലേറെ ഈ VC പ്രസാദ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് CT സജിത്ത്, TP പ്രേംനാഥ് മാസ്റ്റർ, K. ശശിധരൻ മാസ്റ്റർ, V. ദിവാകരൻ മാസ്റ്റർ, V. സുരേന്ദ്ര മാസ്റ്റർ, OP മീറ, AV ശൈലജ, സെക്രട്ടറി ബിനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് ക്യാമ്പയിൻ ഇംദാദ് 25ന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. മസ്കറ്റ് KMCC നേതാവും മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗവുമായ ചൊക്ലി കരീം ഹാജിയിൽ നിന്നും ആദ്യ ഫണ്ട് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ഏറ്റുവാങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ പ്രവർത്തന ഫണ്ട് ക്യാമ്പയിൻ ഇംദാദ് 2025ന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. മസ്കറ്റ് KMCC നേതാവും മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗവുമായ ചൊക്ലി കരീം ഹാജിയിൽ നിന്നും ആദ്യ ഫണ്ട് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂരിന് നൽകി ഉദ്ഘാടനം ചെയ്തു. ദേശീയ തലത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരുപാട് മഹത്തായ പ്രവർത്തനം നടത്തുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒറ്റപ്പെട്ടു പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി യൂത്ത് ലീഗ് നിരവധി പ്രവർത്തനങ്ങളാണ് ദേശീയ തലത്തിൽ നടത്തി വരുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിയമ പോരാട്ടങ്ങളും ഫാസിസ്റ്റ് ശക്തികൾ നടത്തുന്ന ബുൾഡോസർ രാഷ്ട്രീയത്തിനും എതിരെയുള്ള ശക്തമായ ആ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു സംരക്ഷണ കവചമായി യൂത്ത് ലീഗ് നിലനിൽക്കുകയാണ്. ആ പ്രവർത്തനത്തിന് വലിയ മുതൽക്കൂട്ടാവുന്ന രീതിയിലാണ് യൂത്ത് ലീഗ് ഈ സെപ്റ്റംബർ 20 മുതൽ 30-ാം തീയതി വരെ ഇതിന്റെ പ്രവർത്തന ഫണ്ട് ശേഖരണം നടത്തി വരുന്നത്. ഇന്ന് പാലക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. നൌഫൽ മെരൂബായി, റഷീദ് തലായി, തഫ്ലീം മാണിയാട്ട്, അഡ്വക്കേറ്റ് CVA ലത്തീഫ്, അഫ്സൽ മട്ടാമ്പ്രം, ഇജാസ് ചക്കിയത്ത്, സാബിർ കീഴ്മാടം എന്നിവർ പങ്കെടുത്തു. തലായി ശ്രീ ബാലഗോപാല സേവാ സംഘത്തിന്റെ ചെണ്ടമേള അരങ്ങേറ്റം നടന്നു. ശ്രീ ബാലഗോപാല ക്ഷേത്രത്തിന് മുൻവശം സജ്ജീകരിച്ച വേദിയിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് അരങ്ങേറ്റം നടന്നത്. തലശ്ശേരി തലായി ശ്രീ ബാലഗോപാല സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ചെണ്ടമേളത്തിൽ പരിശീലനം നൽകിയത്. ഇതിന്റെ അരങ്ങേറ്റമാണ് രാവിലെ 6:30 മുതൽ തലായി ബാലഗോപാല ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച്
പ്രത്യേക സജ്ജീകരിച്ച വേദിയിൽ അരങ്ങേറിയത്. രഞ്ജിത്ത് ഗുരുക്കളുടെ ശിക്ഷണത്തിൽ 40ഓളം കുട്ടികളാണ് ചെണ്ടമേളം അഭ്യസിച്ചത്. ഗോവർദ്ധനൻ, എം ബാബു, പി സുമിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയുടെ വിളംബര സന്ദേശ സമ്മേളനം മാർഗദർശക് മണ്ഡൽ അധ്യക്ഷൻ സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി തലശ്ശേരി തൃക്കൈ ശിവക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സംപൂജ്യ സ്വാമി അമൃതകൃപാനന്ദപുരി അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശ യാത്രയുടെ വിളംബര സന്ദേശ സമ്മേളനം തലശ്ശേരി നടന്നു. തലശ്ശേരി തൃക്കൈ ശിവക്ഷേത്രത്തിലാണ് സമ്മേളനം നടന്നത്. സന്യാസിമാരെ സംഗമവേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. सर्वं जगदिदं त्वयि प्रत्येति त्वं भूमिरापो नलो नीलो नभः त्वं चत्वारि वा आत्मधानि. മാർഗദർശക മണ്ഡൽ അധ്യക്ഷൻ സംപൂജ്യ സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവരുടെ ജീവിതം അറിയുന്നവർക്കറിയാം, അല്ലാത്തവർക്ക് അറിയില്ല. കാരണം അല്ലാത്തവർ ഏതെങ്കിലും വർഷത്തിൽ ഒരു ദിവസമോ മറ്റോ പത്രത്തിൽ വരുന്നൊരു വാർത്തയോ ഫോട്ടോ ആയിരിക്കും കാണുക. ബാക്കി 365 ദിവസവും ഏതൊക്കെ തലത്തിൽ സാമാന്യ സമൂഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സന്യാസിമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ബോധമുള്ളവരല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സന്യാസിമാർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരും ഒത്തൊരുമിച്ച് നാം ഒന്ന് എന്ന ഭാവത്തിൽ ഒത്തൊരുമിച്ച്, അത് മാർഗദർശക മണ്ഡലത്തിൻ്റെ മീറ്റിങ്ങുകളിൽ അങ്ങനെ ഉണ്ട്. അതല്ല, സമൂഹമധ്യത്തിൽ വന്ന് ഇന്നത്തെ കേരളീയ സമൂഹത്തിന് സംഭവിച്ചു പോയ അപചയങ്ങളിൽ നിന്ന് അതിനെ ഉയർത്തുന്നതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നൽകണം. അതിനായിക്കൊണ്ടൊരു യാത്ര സംഘടിപ്പിക്കണം. ഇതായിരുന്നു ആവശ്യം. കണ്ണൂർ അമൃതാനന്ദമയി മഠം മഠാധിപതി സംപൂജ്യ സ്വാമി അമൃതകൃപാനന്ദപുരി അധ്യക്ഷനായി. എല്ലാ ഭാഗങ്ങളിലും അതിനെതിരായിട്ട് പ്രാകൃതമായ ചടങ്ങ് എന്ന രീതിയിൽ അതിനെ പ്രചരിപ്പിക്കുകയും അതിനെതിരായിട്ട് പ്രതിഷേധ ജാഥകൾ സ്കൂളുകളിലേക്ക് നടക്കുകയൊക്കെ നടന്നിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തെ നമ്മൾ പ്രത്യേകം കുറ്റം പറയുന്നില്ല. നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ള അപചയം, ധാർമ്മികമായ അപചയമാണ് ഇതിന് കാരണം എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഇതിന് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, കാരണം സമൂഹം അതിനെതിരെ തീർച്ചയായിട്ടും ഈ പ്രതിഷേധത്തിനെതിരായി നിൽക്കുകയില്ല എന്ന ഒരു വിശ്വാസമാണ്, ഉറച്ച ബോധ്യമാണ് അവരെ കൊണ്ട് ഇത്തരം പ്രവൃത്തികൾക്ക് തയ്യാറാവാൻ അവരെ സജ്ജരാക്കുന്നതെന്ന് കാണാൻ സാധിക്കും. എത്രയോ വർഷങ്ങളായിട്ട് സ്കൂളുകളിൽ, ഏതാണ്ട് 30-40 വർഷങ്ങളായിട്ട് സ്കൂളുകളിൽ ഇത്തരം സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങൾ ആരംഭിച്ച കാലഘട്ടം മുതൽ തന്നെ ഈ രീതിയിലുള്ള പൂജകൾ, ഗുരുപാദുക പൂജ, അതുപോലെ ഗുരുവിൻ്റെ പാദങ്ങൾ പൂജിക്കുക, അക്ഷരമ്മമാരെ പൂജിക്കുക എന്നുള്ളതൊക്കെ തന്നെയും നമ്മൾ നടത്തുന്നുണ്ട്. അത് വളരെ പുരാതനമായി മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനനുസൃതമായിട്ട് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പക്ഷെ അത് ഈ ഒരു അടുത്ത കാലത്ത് മാത്രം തുടങ്ങിയ ഒന്നാണ് എന്ന രീതിയിൽ, ഇത് മുൻപുണ്ടായിരുന്നില്ല ഇവിടെ എന്ന രീതിയിൽ ഒരു ജനങ്ങളിൽ ബോധിപ്പിക്കുവാൻ, അങ്ങനെ ഒരു ചിന്ത ഉളവാക്കുവാൻ വേണ്ടിയുള്ള മാർഗദർശക മണ്ഡലം സംസ്ഥാന ജനറൽ സെക്രട്ടറി സംപൂജ്യ സ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതി ആമുഖ ഭാഷണം നടത്തി. തലശ്ശേരി മഠാധിപതി സ്വാമി അഭേദാമൃതാനന്ദപുരി
ശിവഗിരി മഠത്തിലെ സംപൂജ്യ സ്വാമി പ്രേമാനന്ദ, ബ്രഹ്മചാരി ബ്രഹ്മചൈതന്യ സ്വാമികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. നിരവധി വിശ്വാസികൾ സംഗമത്തിൽ പങ്കാളികളായി. ലളിതാമൃതം ശ്രീ ലളിതാ സഹസ്രനാമ പഠനവേദി നാമജപയജ്ഞം 3ാം ഘട്ടത്തിന്റെ ഭാഗമായി കുളശ്ശേരിയിലുള്ള ഇടത്തട്ട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര തിരുനടയിൽ നാമയജ്ഞം സംഘടിപ്പിച്ചു. കന്യാകുമാരി മുതൽ കൊല്ലൂർ വരെയുള്ള 108 ദേവീക്ഷേത്രങ്ങളിലായാണ് നാമജപ യജ്ഞം നടത്തുന്നത്. ക്ഷേത്രം മേൽശാന്തി ത്രിവിക്രമൻ നമ്പൂതിരി നിലവിളക്ക് കൊളുത്തി നാമജപയജ്ഞം ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കോർഡിനേറ്റർ ആശാലത, നാമജപ സമിതി കോർഡിനേറ്റർമാരായ സന്ധ്യ, ജിഷ തുടങ്ങി നിരവധി ലളിതാമൃതം കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികൾ ലളിതാമൃതം കുടുംബാംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഇടത്തട്ട ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രൻ മാസ്റ്റർ, കിരൺ ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. സ്ട്രീറ്റ് 52 ഇൻ ഹോം ഫോർ റെന്റ് പൊയിലൂർ നെല്ലിത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. MSA മൗലവി ഉദ്ഘാടനം ചെയ്തു. ദിവസവാടകയിലും മാസവാടകയിലും റൂമുകൾ നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പൊയിലൂർ നെല്ലിത്തറയിലാണ് സ്ട്രീറ്റ് 52 ഇൻ ഹോം ഫോർ റെന്റ് പ്രവർത്തനം ആരംഭിച്ചത്. MSA മൗലവി ഉദ്ഘാടനം ചെയ്തു. ഹസൻ ഹാജി വടക്കയിൽ, VPA പൊയിലൂർ, മീത്തൽ അബൂബക്കർ ഹാജി, PK സജീവൻ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AC ഷൈറീന, TV ബാബു, യാക്കൂബ് ഹാജി, മാനേജിംഗ് പാർട്ണർമാരായ VK അഷ്റഫ്, VK മുഹമ്മദ് ആദിൽ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ദിവസവാടകയിലും മാസവാടകയിലും ഇവിടെ റൂമുകൾ നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മീത്തലെ ചമ്പാട് ഹവ്വ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 7ാം വാർഷികത്തിന്റെ ഭാഗമായി മെഗാ ഓഫറുകൾക്കും ഡയമണ്ട് എക്സിബിഷനും തുടക്കമായി. പാനൂർ നഗരസഭാ അധ്യക്ഷൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ, പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാനുള്ള സ്കീമുകൾ, ഉറപ്പായ ഗിഫ്റ്റുകൾ, സൗജന്യമായി കാതുകുത്തൽ എന്നിവ ഹവ്വ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഡയമണ്ട്സിന്റെ എക്സിബിഷനും വിൽപ്പനയും 27 വരെ നടക്കും. നെക്ലേസ്, പെൻഡന്റ്, റിംഗ്, ബാങ്കിൾ തുടങ്ങി വജ്രത്തിൽ തീർത്ത അപൂർവ കലാസൃഷ്ടികൾ അതിശയിപ്പിക്കുന്ന വിലകളിൽ ലഭ്യമാണെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ B അർഷാദ്, CK ഫിറോസ് എന്നിവർ അറിയിച്ചു. ഡയമണ്ട്സ് പ്രദർശനവും വിൽപ്പനയും പാനൂർ നഗരസഭാധ്യക്ഷൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു.
ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ, വാർഡംഗം C രൂപ, KPA റഹീം, VP യൂസഫ്, ബിൽഡിംഗ് ഉടമ MC റഹീം, ചമ്പാട് മഹല്ല് സെക്രട്ടറി E അഷ്റഫ്, VP ഉസ്മാൻ, മഹമ്മൂദ് കാവിൽ, PP റഫ്നാസ്, അസീസ് മാസ്റ്റർ, TK ഫൈസൽ എന്നിവരടക്കം ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. ചമ്പാട് ജുമാ മസ്ജിദിന് മുന്നിലായി അലീമ ടവറിലാണ് ഹവ ഗോൾഡൻ ഡയമണ്ട്സ് പ്രവർത്തിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. അക്രമരാഷ്ട്രീയത്തിനിരയായ CPM പ്രവർത്തകൻ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ. മരിച്ചത് പാനൂർ വിളക്കോട്ടൂർ സ്വദേശി ജ്യോതിരാജ്. കൂത്തുപറമ്പ് തലശ്ശേരി റോഡിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞു, ഡ്രൈവർക്ക് പരിക്ക്. മഞ്ഞോടി ലിബർട്ടി ടാക്കീസിലെ പ്രവേശന വഴിയിൽ മലിനജലം ഒഴുകുന്നു, നടപടിയെടുക്കാതെ അധികൃതർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.